സർ അങ്ങനെ പറയില്ല സർ, പ്ലീസ് സർ. ഹലോ ഹലോ, എന്ത് പറ്റി? ടേം ഇൻഷുറൻസ് കിട്ടുന്നില്ല. എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ടേം ഇൻഷുറൻസ് തരാത്തെന്ന് പറഞ്ഞത്. ചേട്ടൻ ഇപ്പോഴാ ചിപ്സ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? അതൊക്കെ അതെ, ചിപ്സ് ഉണ്ടാക്കി നാട്ടിലെ റബ്ബറായി. PF ഒക്കെ കിട്ടുന്നുണ്ടോ? PF കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാ മാസവും ഡിഡക്റ്റ് ആവും അക്കൗണ്ട്. എന്നാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇൻഷുറൻസ് കിട്ടുമല്ലോ, ഇനി എന്തിനാ വേറൊരു ഇൻഷുറൻസ് നോക്കുന്നേ? സർക്കാരിന്റെ ഇൻഷുറൻസ് അതെങ്ങനെ? അതിനൊരു സ്കീം ഉണ്ട്, EDLI, എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. ഈ ഒരു സ്കീമിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്കീമാണ്. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, അതും ഫ്രീ ആയിട്ട്. ഇത് സാലറിന്റെ ഹിഡൻ ലൈഫ് കവർ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇതിന്റെ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ആവറേജ് സാലറി ഇൻറ്റു 30 പ്ലസ് 2.5 lakh ബോണസും കിട്ടും. അപ്പൊ ഞാൻ പ്രീമിയം പോലെ അടക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ഒരു ആവശ്യമില്ല. എന്റെ ഫാമിലി കൊണ്ട് ഞാൻ എങ്ങനെ ഇത് ക്ലെയിം ചെയ്യാം ഈ ഒരു പണം? അതിന് വേണ്ട ഡോക്യുമെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോം 5IF, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്യാൻസൽ ചെക്കും നൽകേണ്ടതുണ്ട്. ഇത്രയും ഡോക്യുമെന്റ്സ് EPFO ഓഫീസിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. പല ആൾക്കാരും ഇതൊന്നും യൂസ് ചെയ്യുന്ന പോലില്ല, അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ചേട്ടൻ ഇത് മിസ് ചെയ്യണ്ട, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കോ. താങ്ക് യു. ഞാൻ ഓഫീസിൽ പോയിട്ട് ഇപ്പൊ ചെക്ക് ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ. ബോസ് വാല, ബി ദ ബോസ്.